എന്തുകൊണ്ടാ? അമ്മയുടെ ആത്മാവിന്റെ പ്രതിരൂപമാണ് നീ. മോൾക്ക് മനസ്സിലാവുന്നുണ്ടാ? ഉണ്ടച്ചാ. സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത് ഇത്രയും ദുഷ്കരമാകുന്നത് അതുകൊണ്ടാ. ഒരാൾ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ചു പോയാൽ അയാളുടെ സന്തതി പരമ്പരകൾ അയാളുടെ ആത്മാവിനെ പോലും സ്വാധീനിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമായി വെക്കുക, മരിച്ചുപോയ പൂർവികർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, എന്നിട്ട് ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാം നന്നായിട്ട് നടക്കും. അപ്പോഴേ എല്ലാം നന്നായിട്ട് നടക്കൂ. എന്താ സർ, ഇനി എന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? വിളിച്ചത് ബുദ്ധിമുട്ടിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പണത്തിന്റെ കാര്യത്തിൽ ഇനി നമ്മൾ തമ്മിൽ ഒരു സംസാരവുമില്ല. അത് ഞാൻ എന്നേക്കുമായി തീർത്തതാ. ഇപ്പൊ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? എന്തിനാടി മോളെ നീ മൂന്നാംകട ലോഡ്ജിൽ കിടന്ന് നീ നിന്റെ സമയം പാഴാക്കണേ? വാശിയും വൈരാഗ്യമൊക്കെ നല്ല തന്നെ, പക്ഷേ വാശിയും വൈരാഗ്യം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതൊരു ബാധ്യതയാവും. നിനക്ക് വേണ്ടി പണം കൊണ്ടുവന്നില്ലേ വിപിൻ? അവനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. കോടിക്കണക്കിന് സ്വത്തുള്ള വീട്ടിലെ പയ്യനാണല്ലോടി അവൻ. പിന്നെന്തിനാ നിങ്ങൾ തമ്മിൽ അങ്ങ് അകന്നത്? അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിൽ ഉത്തരമില്ലാത്തവരുടെ സ്ഥിരം വാചകമല്ലേ. ആ, അതവിടെ ഇരിക്കട്ടെ. എന്താ അവന്റെ പേര്? ആ, വിപിൻ. അവനിപ്പോ നിന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് ഒരു ജീവിതമാണ്. അത് നിനക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വീകരിക്കുകയാണെങ്കിൽ നീ നിന്റെ സിനിമാ മോഹങ്ങളൊന്നും മാറ്റിവെക്കേണ്ടി വരില്ല. സമ്പന്നനായ നിന്റെ ഭർത്താവിനോട് ആഗ്രഹങ്ങളൊന്നും അറിയിച്ചാൽ മതി. എനിക്ക് നിന്നെ ഉപദേശിച്ച് നന്നാക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് നീ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയുള്ളൂ. പിന്നെ അവന് നിന്നോടൊപ്പം ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. മോളെ, ജീവിതത്തിൽ ഒരു പാടാ. പ്രളയം വന്നു എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ തോണിക്കാരന്റെ കൂടെ സ്ഥലം വിട്ടേക്കണം. കാത്തു നിൽക്കാൻ പാടില്ല. എന്നാ ശരിയടി പെണ്ണെ, നീ ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോ. ജീവിതത്തിൽ ഒരു പാടാ. പ്രളയം വന്നു എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ തോണിക്കാരന്റെ കൂടെ സ്ഥലം വിട്ടേക്കണം. കാത്തു നിൽക്കാൻ പാടില്ല. മതി മോളെ. നിത്യമോളുടെ എന്ത് കാര്യമുണ്ടെങ്കിലും വന്നേ പറ്റൊന്ന് നിർബന്ധം പിടിക്കുന്നത്
മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടാവുമല്ലോ, അത് തന്നെ ധാരാളമാ. അല്ല സുജാത ആന്റി, ഹരിയേട്ടന്റെ അവാർഡ് ദാനത്തിന്റെ ബാക്കി ഇനി ചിലതുകൂടി ഉണ്ടല്ലോ. അവാർഡ് ദാനത്തിന് ഇനി എന്താ ബാക്കി? അതെല്ലാം കഴിഞ്ഞില്ലേ? അവാർഡ് ദാനം കഴിഞ്ഞു, പക്ഷേ ആ വേദിയില് നിത്യേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ കാര്യമാ ഞാൻ ചോദിച്ചത്. രഘു സാറേ, ആ ചോദ്യം എന്റെ മനസ്സിലുണ്ട്. പരസ്പരം ഇഷ്ടമാണെന്ന് 4 ആള് കേൾക്കെ ഇവര് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടായില്ലോ, അതിന് ഇവരൊരുമിച്ചൊരു ജീവിതം ആരംഭിക്കണ്ടേ? അതെ, ബലി അർപ്പിച്ച് സദാനന്ദേട്ടന്റെ ആത്മാവിനെ സന്തോഷിപ്പിച്ചു. പക്ഷേ ആ സന്തോഷം പൂർത്തിയാവണമെങ്കിലേ ഇക്കാര്യത്തില് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ല, മോളുടെ അച്ഛന്റെ കൂടെ ആഗ്രഹമായിരുന്നല്ലോ അത്, അല്ലേ സുജാതെ? അതെ, എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കുകയും വേണം, എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തുകയും ആ വേണം.